ഉറക്കം വന്നാല് കട്ടൻ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. യാത്രയൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം. നിങ്ങൾ പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഇത് പറയാതെ നിങ്ങൾ യാത്ര പോകല്ലേ. യാത്ര പോകുമ്പോ നിങ്ങൾ സ്വതക്ക ഇടാതെ നിങ്ങൾ പോകല്ലേ. അതിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാത്തൊരു സംരക്ഷണ. ഇപ്പൊ എന്റെ വീട്ടില് ഒരു ചെറിയൊരു ഇവിടെ ഇപ്പൊ അതിനെന്താ പറയണെന്ന് അറിയില്ല, കുടുക്ക, ഇവിടെ എന്താ പറയുക, ഒരു ടാങ്ക് ഡപ്പി ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഡപ്പി ഉണ്ട്. ഞാൻ എപ്പം വീട്ടിൽ നിന്ന് വയലിന് പോകാൻ വേണ്ടി ഇറങ്ങിയാലും എന്റെ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ ഒരു 10 രൂപ ഇട്ടിട്ട് പോകാൻ പറയും. അതിലൊരു 10 രൂപ ഇട്ടിട്ട് പോകാൻ കഴിയും. കാരണം വേറൊന്നുമില്ല, അപകടം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാന് വയലു പറയാൻ തുടങ്ങിയ കാലം ഒരു 4-4.5 കൊല്ലം മുമ്പ് ഞാന് മൂവാറ്റുപുഴ ഒരു സ്ഥലത്ത് വയലിന് പോയി. വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഞാൻ അന്നാ പഠിച്ചത്, ഉറക്കം വന്നാല് കട്ടൻ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ഉറക്കം വന്നാല് കട്ടൻ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ഉറക്കം വന്നാല് മിക്ക ആളുകൾ ചെയ്യുന്നൊരു കാര്യം, വണ്ടി ഓടിക്കുക. നിങ്ങളിപ്പോ ഇവിടെ നിന്ന് തിരുവനന്തപുരം പോവാ, നിങ്ങൾക്ക് മലപ്പുറം എത്തിയപ്പോ ഉറക്കം വന്നു. അപ്പൊ പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് നിന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് എന്ത് വണ്ടി ഓടിക്കാം. ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ട് വയ്ക്കണം, അല്ലാതെ കട്ടൻ ചായ കുടിച്ചു പോയാൽ നിങ്ങളുടെ പൈസ നമ്മൾ കുടിക്കേണ്ടി വരും. അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു നല്ല പറ അള്ളാഹു നൽകിയിരിക്കുമാറിനെ. ഇപ്പോഴും ഞാൻ 4 വർഷം മുമ്പ് വയല് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലത്തോട്ട് പോകുന്ന വഴി എന്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ട് വണ്ടി നേരെ ഇടിച്ച് തൂഫാനായി, എത്തിഹാനിലായി. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്റെ വണ്ടി. ഞാനൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്,